ഹായ്, വെൽക്കം ടു ദേവു സ്റ്റിപ്സ്. ഞാൻ ദിവ്യ. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനൊരു സന്തോഷം വരത്തുള്ളൂ. പിന്നെ അതേപോലെ ബെല്ലൈക്കൺ അടിക്കണം, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ്. സമൂസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ സമൂസ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. മൈദ മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിലവർ മൈദയുടെ കൂടെ ഗോതമ്പ് പൊടിയും കൂടെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് എടുത്തേക്കുന്നത്. മൈദ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മൈദയുടെ പകുതി ഗോതമ്പ് പൊടിയും കൂടെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെ. അപ്പോൾ ഞാൻ സിമ്പിളാണല്ലോ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ മൈദ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ പ്രോസസ്സാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സമൂസയ്ക്ക് ഫില്ലിങ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഞാൻ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. വലിയ സവോള ഞാൻ എടുത്തേക്കുന്നത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ 4 പൊട്ടറ്റോ ഞാൻ വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് വേവിച്ച് തൊലി കളഞ്ഞതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വേവിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഉപ്പിട്ടിട്ട് വേണം വേവിക്കാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ആകെ എടുത്തിട്ടുള്ളൂ. ഒന്നുകൂടി പറയാം. പൊട്ടറ്റോ 4 ചെറിയതാണ് എടുത്തേക്കുന്നത്, 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. വലിയ പൊട്ടറ്റോ ആണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. ഓക്കെ. പിന്നെ എടുത്തേക്കുന്നത് 2 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്ര സാധനങ്ങൾ മതി ആകെ ഫില്ലിങ് ഉണ്ടാക്കാൻ. ഞാൻ ചെറിയ ഫില്ലിങ്ങേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാത്രത്തിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതങ്ങ് വഴറ്റാം നന്നായിട്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വഴറ്റാം. ഈ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം വറ്റിയിട്ട് മതി, അല്ലെങ്കിൽ ഒത്തിരി എണ്ണ വേണ്ടി വരും. അവിടെ ഇരുന്നൊന്ന് വറ്റട്ടെ. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, എപ്പോഴും ഇളക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ നോക്ക്, വെള്ളമുണ്ട് ഇതിൽ. ഇതൊന്ന് വറ്റി ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങനെ അടിക്കൊന്നും പിടിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി. ഇതവിടെ ഇരുന്ന് വറ്റും. വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കുക. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇന്നത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനകത്ത്. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അത്രയും മതി, ഒരുപാട് ബ്രൗണോ അങ്ങനെയൊന്നും ആവണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മതി. ആവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി, ഒരുപാടൊന്നും ആവണ്ട, ഒന്ന് ചെറുതായിട്ടായാൽ നമുക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കണം. എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടിയും, തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഗരം മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഈ മസാലയുടെ കളർ കണ്ടില്ലേ, ഈ കളറാണ്. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി മുളക് പൊടി അല്ല ചുമന്നിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. ഞാനിടുന്നില്ല, എനിക്ക് ഇങ്ങനത്തെ കളർ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ട്, അത് ഞാൻ ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടിത് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ ഉപ്പും നമ്മൾ ഇട്ട് കൊടുത്ത മസാലപ്പൊടി ഇതൊക്കെ കറക്റ്റാണോ
ഇനി എന്തെങ്കിലും ഇടണോ എന്നൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് ചിക്കനോ അങ്ങനെ അല്ലാതെ വെജിറ്റബിൾ മാത്രം മതിയെങ്കിൽ ഇതിനകത്ത് ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല, ഞാൻ പൊട്ടറ്റോ മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്കിനി തീ ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനി ആറണം. ആ സമയത്ത് നമുക്ക് ബാറ്റർ ഉണ്ടാക്കണം. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മൈദ എടുത്തിട്ടുണ്ട്. ചെറിയ കപ്പിന് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ബാറ്റർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെള്ളം, പിന്നെ നെയ്യ്, ഉപ്പ് ഇതിനകത്ത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഈ പരുവാവണം മാവ്. ഓക്കെ, ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം. ഞാൻ ഇതിൻ്റെ അടപ്പ് വെച്ച് തന്നെ അടച്ച് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് കണ്ടോ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കത്തില്ല, പക്ഷെ അത്രയും വലിയ ബോൾ വേണ്ട, ചെറിയ ചെറിയ ഉരുളകളാക്കി ഇടാം. നമുക്കിത് പരത്തിയെടുക്കണം. ഞാനൊരു ഉരുള എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തത്തില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഞാനൊരു പ്ലേറ്റിൽ ഇച്ചിരി മൈദാപ്പൊടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ മുക്കി അങ്ങ് പരത്തിയെടുക്കണം സ്മൂത്തായിട്ട്. റൗണ്ടിൽ നമുക്ക് പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇച്ചിരി പൊടിയോ എണ്ണയോ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കല്ലിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. മൈദയല്ലേ. നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് പരത്തി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യും. ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ കോണായിട്ട് മടക്കണം. ഈ ഷീറ്റ് അങ്ങ് മാറ്റിയിട്ട് നമുക്കിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ആക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം, ഞാൻ മുമ്പേ മിക്സ് ചെയ്യാൻ വേണ്ടി ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന വെള്ളമാണ്. അത് നല്ല വെള്ളം. അപ്പോൾ ഞാൻ ആ വെള്ളവും വെച്ച് തന്നെ, സാധാ വെള്ളമാണ്, പച്ചവെള്ളം, അത് വെച്ച് തന്നെ ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ സൈഡ് അങ്ങ് ഒട്ടിക്കും. ഓക്കെ, ഈ വെള്ളവും വെച്ച്. അല്ലാതെ ഒരുപാട് പാടൊന്നുമില്ല. ഇത് അപ്പോഴത്തെ ഒട്ടിക്കഴിഞ്ഞു.
ഓക്കെ, അപ്പോഴത്തേതാണ് നമുക്ക് ആ ഷേപ്പ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിങ് നിറയ്ക്കണം. നമ്മുടെ ഫില്ലിങ് ഇപ്പം തണുത്തിരിപ്പുണ്ട്. ഞാൻ ഫില്ലിങ് എടുത്ത് ഇതിനകത്തോട്ട് നിറയ്ക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അകത്തോട്ടാക്കിയിട്ട് ഈ ഭാഗം വെച്ച് ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ ഒട്ടിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം ഇങ്ങനെ തൂത്തിട്ട് നമ്മളിതിങ്ങനെ അങ്ങ് ഒട്ടിക്കത്തേ ഉള്ളൂ. കണ്ടോ? ഇതുപോലെ നമുക്ക് അടുത്തതിലും ഫില്ല് ചെയ്തെടുക്കാം. അടുത്ത ഷീറ്റ് നമ്മളിങ്ങനെ കോൺ പോലെ മടക്കിയിട്ട് നമുക്ക് സാധാ ടാപ്പ് വാട്ടർ വെച്ച് ഇതങ്ങ് ഒട്ടിക്കണം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് സാധനങ്ങളോ ഒന്നും വേണ്ട നമുക്കിത് ചെയ്യാൻ. ഇതപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിങ് വെക്കണം. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ അകത്തോട്ടാക്കിയിട്ട് ഈ ഒരു ലെയർ ഉണ്ടല്ലോ, 2 ലെയറുള്ള ഒരു പോർഷനും ഉണ്ട്, ഒരു ലെയറുള്ള പോർഷനും ഉണ്ട്. ഇത് കണ്ടോ, 2 ലെയറുള്ള പോർഷൻ ഇതിനകത്തോട്ട് വെച്ചിട്ട് ഈ ഒരു ലെയർ വെച്ച് അങ്ങ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ഇങ്ങനെ തൂത്തിട്ട് ഇതങ്ങ് ഒട്ടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇനി നമുക്ക് ഇതുപോലെ എല്ലാ ബാറ്ററും ഉണ്ടാക്കിയെടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കി ഇരിക്കുന്ന മാവ് കൂടെ ആക്കാം. ആദ്യം റൗണ്ടിൽ ആക്കണം, ചപ്പാത്തി പരത്തുന്ന പോലെ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമ്മളിത് എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം. ഇതിനി അവിടെ ഇരുന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. എപ്പോഴും നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിടണം, എന്നാലേ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരത്തുള്ളൂ. അതേ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവും, പക്ഷെ മൊരിയത്തില്ല. ചില അടുപ്പിൽ മീഡിയം ഫ്ലെയിം എന്ന് പറയുമ്പം ഭയങ്കര, എന്നാലും നല്ല തീയായിരിക്കും. അങ്ങനെയുള്ളവർ മീഡിയം ലോ ഫ്ലെയിമിൽ ഇടണം. അല്ലാതെ നോർമൽ അടുപ്പാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ, എന്നാലേ ആ ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. ഇനി ഇതവിടെ ഇരുന്നിട്ട് നല്ല ബ്രൗൺ കളറാവട്ടെ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, ഈ സമൂസ ഷീറ്റൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഒരുപാട് പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ മൈദ കുഴയ്ക്കണം, എന്നിട്ട് സാധാ പോലെ അങ്ങ് പരത്തണം, അത്രയേ ഉള്ളൂ. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് ബ്രൗണായി വരണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഷൂട്ട് ചെയ്യാത്തതാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഇത് തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ട് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ എടുക്കണം. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയിട്ടേ ഉള്ളൂ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറാവണം.
ഇതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ മൊത്തം എടുക്കാത്തത്. ഇതിലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ആവുന്നതനുസരിച്ച് നമുക്കങ്ങ് എടുക്കാം. അപ്പോൾ ഇതിന് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് എടുക്കാം. അതുപോലെ ഇതും ആയിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് എടുക്കാം. ഇതൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് ആവാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇതുകൂടെ അങ്ങ് എടുക്കാം. നമുക്ക് ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട, തീ കുറച്ചിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ. നമുക്കെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി ഇതവിടെ ഇരുന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. അപ്പോൾ നമ്മൾ ഇത് ഇടുമ്പോൾ തന്നെ കണ്ടോ, ഇത് നന്നായിട്ട് ഇച്ചിരി സ്പേസ് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ വെന്തിങ്ങനെ പൊങ്ങി വരത്തില്ല. ഇത് കണ്ടോ നന്നായിട്ട് കുമളയായിട്ടുണ്ട്. നമ്മൾ സ്പേസ് കൊടുത്താലേ ഇങ്ങനെ ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം കൂടി കൺജസ്റ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതിന് ഇങ്ങനെ ആവാൻ ടൈം കിട്ടത്തില്ല. ഈ ബബിൾസ് ഒക്കെ ആവാൻ അതിന് സ്പേസ് കിട്ടത്തില്ല നമ്മൾ കൺജസ്റ്റഡ് ആയിട്ട് ഇടുകയാണെങ്കിൽ. കണ്ടോ കുമ്പളയായിട്ട് ഇങ്ങനെ വരും. ഇത് നന്നാലേ ക്രിസ്പി ആവത്തുള്ളൂ, ഇങ്ങനെ വന്നാലേ. അപ്പോൾ ഇതവിടെ ഇരുന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.